എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. എല്ലാം തന്നെ തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 2014 നവംബർ 9. 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിനും ടിബറ്റിനും ഇടയിലായിട്ടാണ്. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. കണ്ണിനെയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എലിപ്പനി, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി. തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ എലിപ്പനിയാണ് തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത്. എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം എന്ന പ്രസ്താവനയാണ് തെറ്റ്. കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മലേറിയ. മലേറിയയാണ് തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്. മലേറിയ ഒരു പരാത രോഗമാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന പദ്ധതിയാണ് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്.
കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം. ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആസ്മ, എംഫിസീമ, നെഫ്രൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്. തന്നിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ് തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം അല്ലാത്തത്. വൃക്കകളെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ മാതൃജ്യോതി. മാതൃജ്യോതി പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ എ ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ സ്ഥലം. ഓപ്ഷൻ സി ദണ്ഡി. ദണ്ഡിയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധവും മറാത്ത യുദ്ധവും, മൈസൂർ യുദ്ധവും പ്ലാസി യുദ്ധവും, ബക്സാർ യുദ്ധവും, കർണാട്ടിക് യുദ്ധവും, പ്ലാസി യുദ്ധവും, ബക്സാർ യുദ്ധവും. തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ഓപ്ഷൻ ഡി പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ. പോലീസ്, ഭൂനികുതി, പൊതുജനാരോഗ്യം, സെൻസസ്. തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ. ഓപ്ഷൻ ഡി സെൻസസ് ആണ് തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോ എന്ന ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്. തന്നിരിക്കുന്നവയിൽ കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആയിരുന്നു കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളിനെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത്. ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത്. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. തന്നിരിക്കുന്നവയിൽ പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരായിരുന്നു? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരായിരുന്നു ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു?
ഓപ്ഷൻ സി എ കെ ഗോപാലൻ. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. ഓപ്ഷൻ ഡി വെങ്ങാനൂരിൽ നിന്ന്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നുമായിരുന്നു. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ഭാഷകൾ. ഭാഷകളാണ് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനമാണ്. ഓപ്ഷൻ എ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമായിരുന്നു ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. കൃഷി വകുപ്പ് മന്ത്രി. നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി പി പ്രസാദ്. പി പ്രസാദാണ് നിലവിലെ കേരള കൃഷി വകുപ്പ് മന്ത്രി. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരമായിരുന്നു അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ സി ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. കൃഷി, വ്യവസായം, മത്സ്യബന്ധനം, ഖനനം തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി വ്യവസായം. വ്യവസായമാണ് തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ്. ഓപ്ഷൻ ഡി 20 പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് 20 പരിപാടി. 2021-22 വർഷത്തിലെ മാനവ വികസന സൂചികയിൽ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2021-22 വർഷത്തിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ബി 132. 2021-22 മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 132 സ്ഥാനമാണ്. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. തന്നിരിക്കുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷനാണ്. ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ
ആദ്യ നഗരം. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം? ഓപ്ഷൻ എ കോഴിക്കോട്. കോഴിക്കോടാണ് വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയത്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഓപ്ഷൻ സി സേവന മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ഉടുമ്പൻ ചോല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം ഉടുമ്പൻ ചോല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ എ ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരമാര്? പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം ആരാണ്? ഓപ്ഷൻ എ എം ഡി വത്സമ്മ. എം ഡി വത്സമ്മയാണ് പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഓപ്ഷൻ ബി കോതമംഗലം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം താലൂക്കിലാണ്. കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വസാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യമേത്? തീരപ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക, തീരപ്രദേശങ്ങളിൽ പുതുതായി റോഡുകൾ നിർമ്മിക്കുക, തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുക. ഇവ ഒന്നുമല്ല. തന്നിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വസാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നതാണ് കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വസാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത്. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തമേത്? 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? ഓപ്ഷൻ എ ഇടിമിന്നൽ. ഇടിമിന്നലാണ് 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ബി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായലേത്? കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ഡി ആക്കുളം.
ആക്കുളം കായലാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമേത്? തൂത്തുക്കുടി, മഹാബലിപുരം, ദാമൻ, വിശാഖപട്ടണം. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ഓപ്ഷൻ സി ദാമൻ. ദാമനാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.